നമസ്കാരം. സബരിയുടെ സംസ്ഥാന രാമായണ കവിതാ മത്സരത്തിലെ പുരസ്കാര സമർപ്പണമാണ് ഇപ്പോൾ നടക്കുന്നത്. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സമ്മാന അവാർഡ് ജേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും ഒരുമിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. എല്ലാവർക്കും പതിപ്പുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ നോവൽ ഇതം പാരമിതം മാത്രമല്ല, മലയാള കവിതയിലെ വിജി തമ്പിസാറിന്റെ മലയാള വാരികയിലും അതുപോലെ തന്നെ മാതൃഭൂമി കലാകൗമുദിയിൽ അദ്ദേഹത്തിന്റെ കവിതകൾ മലയാളത്തിന്റെ കവിതകളായി നമ്മളെ ആരാധ്യമാക്കുന്നു. നമ്മുടെ വിജി തമ്പിസാറിനെ വേദിയിലേക്ക് അദ്ദേഹം ഉപേക്ഷനായിരിക്കുന്നു. സ്വാഗതം. അടുത്തതായി ഈ പരിപാടിയിൽ അവാർഡ് ജേതാക്കളായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ജയശ്രീ പള്ളിക്കൽ മലയാള കവിതയിലെ ഗുഹനെ കുറിച്ച് എഴുതിയ വളരെ ശ്രദ്ധേയമായ കവിത. നമുക്ക് വിശദമായി അവരെ പിന്നീട് പരിചയപ്പെടുത്തുന്നുണ്ട്. വേദിയിലേക്ക് ജയശ്രീ പള്ളിക്കൽ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രിയെ ക്ഷണിക്കുകയാണ്. എഴുത്തുകാരി ശ്രീമതി ഇന്ദിരാ ബാലനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാര ജേതാവായി ഇവിടെ എത്തിയ പ്രശസ്ത കവി ശ്രീ ജനാർദ്ദനൻ വെങ്ങാപ്പറ്റയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാര ജേതാവായി ഇവിടെ എത്തിയ +1 വിദ്യാർത്ഥിയും ശ്രദ്ധേയനായ ഭാവിയിലെ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ആയിക്കൊണ്ടിരിക്കുന്ന ആദിരാജ് NK വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി പുരസ്കാര ജേതാവായി എത്തേണ്ടത് ബാബുരാജ് കളമ്പൂർ. അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ശാലിനി രാമചന്ദ്രൻ അവർ തൃശ്ശൂരിലെത്തി എന്നറിയിച്ചിട്ടുണ്ട്. കലാ സന്തോഷ് അവരുടെ ഒരു പ്രശസ്ത കവി ശ്രീകുമാർ കോറോം അവരുടെ ക്ഷണിക്കുകയാണ്. വേദിയിലേക്ക് സബരിയുടെ എല്ലാമായ അജിത് പാട്യം അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രശസ്ത കവിയും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ എഞ്ചിനീയറുമായ ജയകൃഷ്ണൻ മാടവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷിബു വെട്ടത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സബരിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞപ്പൻ തൃക്കരിപ്പൂരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ സബരിയുടെ ബാംഗ്ലൂരിലെ ജനറൽ സെക്രട്ടറി ശ്രീ ഡോക്ടർ KK പ്രേംരാജന്റെ ഷഹനായി മുഴങ്ങുമ്പോൾ എന്ന പുസ്തക പ്രകാശനം ഈ വേദിയിൽ വെച്ച് നടക്കും.
വളരെ നമ്മുടെ എഴുതിയിരിക്കുന്ന ലതീഷ് കുറ്റപ്രവർത്തെ പോലുള്ള ആളുകൾ പ്രിയമുള്ളവരെ, കുറച്ച് വാക്കുകളിൽ കൂടി കുറെ ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ കുറിച്ചും ഒരു 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട്, കാരണം പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ നമുക്കറിയാം. സബരിയ സാംസ്കാരിക സമിതി 2018 ശിവരാത്രി നാളിലാണ് ഈ സംഘടന തുടങ്ങിയത്. തുടങ്ങുമ്പോൾ ഇതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. രാഷ്ട്രീയം, മതം, പണം അങ്ങനെ ഒന്നിന്റെയും അടിമപ്പെടാതെ കൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഇപ്പൊ ഞങ്ങള് വയസ്സായെങ്കിലും എല്ലാ മത്സരം നടത്തിയിട്ട് മാത്രമേ ഞങ്ങളുടെയും ഇന്നയാളെ തന്നെ ആദ്യം തന്നെ അവാർഡ് കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ടില്ല. 7 ജഡ്ജസ് ആണ് എന്റെ കൈകളിലൂടെയാണ് ഈ വർഷത്തെ 262 കവിതകൾ തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് പോയത്. ആദ്യം 5 പേരുടെ കയ്യിൽ, പിന്നീട് ആദ്യം 4 പേരുടേത്, പിന്നീട് 3 പേരുടെ കൈകളിൽ. ഫൈനൽ റൗണ്ടിലും ഈ 7 പേരും കൂടി നോക്കിയിട്ടാണ് അവസാനം അവാർഡ് നിർമ്മിച്ചത്. ഇവിടെ മുൻ വർഷങ്ങളിൽ അവാർഡ് കിട്ടിയവരിൽ ഉണ്ട് ജയകൃഷ്ണൻ മാടവന, അധ്യക്ഷ ശ്രീദേവി അമ്പലപുരം. മുൻ വർഷങ്ങളിലെ സബരിയുടെ അവാർഡ് ലഭിച്ചവരാണ് കാഞ്ഞങ്ങാട് വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക, sabaria.org. ഇവിടെ വന്നവര് അത് നോക്കിയാൽ സബരിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും. എന്നാലും ഒരു പെട്ടെന്ന് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമായിട്ട് സബരിയ രാമായണ പുരസ്കാരമാണ്. ആദ്യത്തെ വർഷം ആദരണീയനായിട്ടുള്ള ബാബുരാജ് കളമ്പ് അദ്ദേഹമുണ്ട്. സബരിയ രാമായണ പുരസ്കാരം. അതുപോലെ തന്നെ ഇനി സെപ്റ്റംബർ 23-ാം തീയതി ചിത്ര പ്രതിഭാ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ 8ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും വരെയുള്ള കുട്ടികൾക്കുള്ള ചിത്രപ്രതിഭാ പുരസ്കാരം. അത് നമ്മുടെ സബരിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കുഞ്ഞപ്പൻ തൃക്കരിപ്പൂരിന്റെ മകള് ആതിര ജവഹർ നവോദയ കാഞ്ഞങ്ങാട് വെച്ച് അകാലത്തിൽ +2 പഠിക്കുമ്പോൾ നമ്മളെ വിട്ടു പിരിഞ്ഞിരുന്നു. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സബരിയ ചിത്രപ്രതിഭാ പുരസ്കാരം നടത്തുന്നത്. അത് 9 കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. പിന്നീട് സബരിയ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഞങ്ങള് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതായത് വോട്ടർ ID ആധാറുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റില് ഇടപെട്ടിട്ട് അങ്ങനെ വോട്ടർ ID ആധാറുമായി ബന്ധിപ്പിക്കണം എന്ന് ആദ്യമായി ഉന്നയിച്ചത് ഞങ്ങളാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ DC ബുക്സിലെ തമിഴ് സാഹിത്യം മുഴുവൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന അദ്ദേഹം സബരിയുടെ പ്രവർത്തനം കണ്ടിട്ടാണ് കവിത അയച്ചത്. വിശദമായി പിന്നീട് പറയാം. അദ്ദേഹവും എത്തിച്ചേർന്നു. അപ്പോ ഈ പരിപാടിയിൽ സബരിയെ കുറിച്ച് ഞാൻ ഇത്രമാത്രമാണ് പറയുന്നത്. സബരിയ സാംസ്കാരിക സമിതി സ്റ്റേറ്റ് വൈസ് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. ഈ ഇന്ന് കൊടുക്കുന്ന 7 പുരസ്കാരങ്ങൾ അടക്കം വരികയാണെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഈ 4 വർഷം കൊണ്ട് കൊടുത്തത് 86ാമത്തെ പുരസ്കാരമാണ്. ആദിരാജ് NK അടക്കം കൊടുക്കുമ്പോഴേ ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പമാണ് സബരിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഓരോ പ്രശ്നങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് നോട്ടിഫിക്കേഷൻ നൽകുകയും അതിന് കൃത്യമായ മറുപടികൾ. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ നാഷണൽ ഹൈവേ കുണ്ടുകുഴിയായി തീർന്നപ്പോഴേ ഞങ്ങൾ ആ കുണ്ടുകുഴിയുടെ കണക്കെടുത്തിട്ട് അത് കേന്ദ്രമന്ത്രിക്ക്, അതായത് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് വരെയുള്ള കുഴികളുടെ എണ്ണം 68 എണ്ണമാണ്. ആ 68 കുഴികൾ ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് കേന്ദ്രമന്ത്രിക്ക് അതിന്റെ ഫോട്ടോസ് അടക്കം അയച്ചപ്പോഴേ പിറ്റേന്ന് തന്നെ കേന്ദ്രമന്ത്രി ഞങ്ങളെ വിളിക്കുകയും ഉടനെ കണ്ണൂരിലെ PWD ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് 2 ദിവസത്തിനകം കുഴികൾ നികത്താം എന്ന് ഉറപ്പ് നൽകുകയും അങ്ങനെ 68 കുഴികളും 3-ാമത്തെ ദിവസം
കുഴികൾ നികത്തിക്കൊണ്ട് ഇങ്ങനെ വെറും സാഹിത്യമല്ല, സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുകയും മലയാള ഭാഷയ്ക്ക് 51 അക്ഷരങ്ങൾ നിജപ്പെടുത്തണം എന്ന് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും അത് പിന്നീട് മാതൃഭൂമി ഏറ്റെടുക്കുകയും ചെയ്തത് നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റിൽ കാണാം. ഇങ്ങനെ വ്യത്യസ്തമായ എല്ലാ പ്രവർത്തനങ്ങളും ഒരു കൂട്ടം ആളുകൾ കൂടിയിട്ട് ചാരിറ്റി വർക്കായിട്ട് ചെയ്യുകയാണ്. അതിലാണ് ശ്രീദേവി അമ്പലപുരം അടക്കമുള്ള ആളുകൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. ഇങ്ങനെ ചെയ്യുന്ന ചെറുപ്പമില്ല, അതുപോലെ തന്നെ ഈഗോ ഇല്ലാതെ പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല, ഖജാൻജി ഇല്ല, അങ്ങനെ അതായത് ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞതുപോലെ എല്ലാ ഉപാധികളിൽ നിന്നുമുള്ള മോചനമാണ് വിദ്യാഭ്യാസം എന്ന് ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞതുപോലെ എല്ലാ ഉപാധികളിൽ നിന്നുള്ള മോചനമാണ് ഞങ്ങളുടെ സബരിയ എന്ന്. നിങ്ങൾക്ക് കാശ് വേണമെങ്കിൽ എടുക്കാം, സബരിയിലെ അംഗമായി കഴിഞ്ഞാൽ തന്നിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സ്വയം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ സബരിയ അതിന്റെ 6ാം വയസ്സിൽ തൃശ്ശൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സാഹിത്യ അക്കാദമി കാളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് തൃശ്ശൂരിലെ ഈ സദസ്സിൽ എത്തിച്ചേർന്നത്. ആമുഖമായി ഇത്രമാത്രമാണ്. എന്റെ കടമയിലേക്ക് കടക്കുന്നു. ഈ പരിപാടിയിൽ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ കെ സച്ചിദാനന്ദൻ അവர்கள் നിർവഹിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹം ഞങ്ങൾക്കറിയാം. കാസർഗോഡ് അദ്ദേഹത്തിന് ടി ഉബൈദ് പുരസ്കാരം ഇന്നലെയാണ് വാങ്ങിച്ചത്. 3 ദിവസം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം അതിന്റെ മുഴുവൻ സമയവും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടും ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഞങ്ങളോട് പറഞ്ഞു ഒന്ന് തീരെ വയ്യ, അതുകൊണ്ട് ഒന്ന് സഹകരിക്കണം, വിജി നമ്പി സാറിനോട് പറഞ്ഞിട്ട് എന്റെ ജോലി ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും സ്നേഹപൂർവ്വം ഞങ്ങൾക്ക്, കാരണം തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമി കാളിൽ വന്നാൽ അദ്ദേഹത്തിന്റെ സാമീപ്യം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ പോലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കവിയാണ് ശ്രീ കെ സച്ചിദാനന്ദൻ എന്ന് നമുക്കറിയാം. അദ്ദേഹം ഈ പരിപാടിയിൽ വരാമെന്ന് സമ്മതിച്ചു തന്നെ സഭയുടെ ഒരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് രാമായണം എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ചില ആളുകൾക്ക് പേടിയാണ്. ചില ആളുകൾ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കും. ചില ആളുകൾ അത് നെറ്റിലെ ചേർത്ത് പിന്നെ ഇതിൽ നിന്ന് രണ്ടിലും വ്യത്യസ്തമായ ഈ 2 നോവലുകളും ഞാൻ വായിച്ചു. ഇത് വായിച്ചില്ല, പക്ഷെ കുറിപ്പുകളിലൂടെ മനസ്സിലാക്കിയത് ഇതം പാരമിതം മാതൃഭൂമി പ്രസിദ്ധീകരിച്ച നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ശ്രദ്ധേയമായിട്ടുള്ള നോവലിസ്റ്റായിട്ട് അദ്ദേഹം കവിയിൽ നിന്നും നോവലിസ്റ്റായിട്ട് മാറിയ നോവലാണ് ഇതം പാരമിതം. അങ്ങനെ മലയാളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരിൽ ഒരാളായി വി ജി നമ്പി സാർ അദ്ദേഹം ഈ പരിപാടിയിൽ പുരസ്കാര സമർപ്പണത്തിനും ഉദ്ഘാടനത്തിനും നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ അഭിമാനപൂർവ്വം വിനയപൂർവ്വം സഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പെട്ടെന്ന് പറയുമ്പോഴേ മലയാളത്തിന്റെ സിനിമാ സംവിധായകൻ വിജി തമ്പിയെ എല്ലാവരും പലരും ചോദിച്ചു ഞാൻ പരിചയപ്പെടുത്തി. ഇതം പാരമിതത്തിന്റെ കർത്താവ്, പിന്നെ മലയാള കവിതാ പ്രസ്ഥാനത്തിന് പുതിയ, അതായത് നമുക്ക് നോക്കിയാൽ സച്ചിദാനന്ദനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇടശ്ശേരിയുടെയും അല്ലെങ്കിൽ അക്കിത്തത്തിന്റെയും അതുപോലെ തന്നെ ഭാരതീയതയുടെയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും കവിതകൾ കലാകൗമുദിയിലൊക്കെ ഞങ്ങൾ വായിച്ചതാണ്. മാത്രമല്ല അദ്ദേഹത്തെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം മേളയിൽ ഞാനും എന്റെ 2 മക്കളും മക്കളിലെ ഷോർട്ട് ഫിലിം അന്ന് തെരഞ്ഞെടുത്തിരുന്നു. ഈ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അദ്ദേഹം ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു. 3ാം ക്ലാസ്സിൽ സബരിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഭരതൻ എന്ന കവിതയിലൂടെ സബരിയുടെ രാമായണ പുരസ്കാരം നേടിയ കവിയത്രിയാണ്. ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഈ പരിപാടിയുടെ മുഴുവൻ വിജയവും ഞങ്ങളുടെ കാലങ്ങളിൽ നിന്നാണ് ഒരു 14 പേര് വന്നത്. പക്ഷേ അവരുടെ പ്രവർത്തനം കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ ആവേശമാണ്. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നു,
നമ്മൾ ആലോചിച്ച് നോക്കുക, സബരിയുടെ ബോർഡ് തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. പിന്നെ ഈ അറേഞ്ച്മെന്റ് മുഴുവൻ നടത്തിയിരിക്കുന്നത് അവരാണ്. ശ്രീദേവി അമ്പലപുരം എന്ന കവയിത്രിയുടെ സംഘാടക മികവിന്റെ ഒരു സാക്ഷ്യപത്രമാണ്, ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. അതായത് ഓരോ ആളുകളും മാതൃകയാക്കേണ്ട ഒരു മഹത്വമാണ് അവരിൽ നിന്ന് ദർശിക്കാൻ സാധിച്ചത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ ഹാള് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2200 രൂപ കൊടുക്കണം. പലപ്പോഴും നമ്മളെപ്പോഴുള്ള ആളുകളോടും പെട്ടെന്ന് 2200 രൂപ ആദ്യം തന്നെ കൊടുത്തിട്ട് ഇത് കാണുന്നവർ വന്നാൽ എനിക്ക് തരുമോ എന്നൊക്കെ വിചാരിക്കും. അവര് ആ 2200 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് ഡേറ്റ് നിശ്ചയിച്ച് അതിഥികളെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയുകയാണ്. മാതൃകയാണ് എന്റെ സാംസ്കാരിക പ്രവർത്തനത്തിൽ. ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. ശ്രീദേവി അമ്പലപുരം എന്ന ഈ കവയിത്രിയെയും നമ്മുടെയൊക്കെ എന്താണ് ഏറ്റവും വലിയ ഒരു ചേച്ചി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി അവാർഡ് ജേതാക്കളായിട്ടുള്ള ബാബുരാജ് കളമ്പ്. ഞാൻ അദ്ദേഹത്തെ അവാർഡ് സമയത്ത് പരിചയപ്പെടുത്താം. എങ്കിലും പറയുകയാണ്, നമ്മുടെ ഒരു എഴുത്തുകാരന് വേണ്ടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക വിനയമാണ്. അതാണ് എഴുത്തുകാരന് വേണ്ടത്. അല്ലാണ്ട് വിനയത്തിന് 3 അക്ഷരമാണ്, അവാർഡിനും 3 അക്ഷരമാണ്, അല്ലെങ്കിൽ സമ്മാനത്തിനും 3 അക്ഷരമാണ്. ഇദ്ദേഹത്തിന് അവാർഡല്ല വേണ്ടത്, വിനയമാണ് വേണ്ടത് എന്ന് നമുക്കറിയാം. അത്രയും പാരായണം ഭരിച്ചതെന്ന് പറയുന്നത് പോലെ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞതാണ്. അതുപോലെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം, ബാബുരാജ് കളമ്പ്. അദ്ദേഹത്തിന്റെ ചതുപ്പ് എന്ന നോവല് ഞാൻ വായിച്ചിട്ട് അതാണ് ഞാൻ വായിച്ച ഒരു പ്രധാനപ്പെട്ട നോവൽ. കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ചു. അത് നിരവധി പുരസ്കാരങ്ങൾ നേടുന്നതാണ്. രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു നോവലാണ് ചതുപ്പ്. ഏതായാലും ബാബുരാജ് കളമ്പൂരിന്റെ സാക്ഷി എന്ന കവിതക്കാണ് പുരസ്കാരം ലഭിച്ചത്. വിശദമായി പിന്നീട് അറിയിക്കും. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജയശ്രീ പള്ളിക്കൽ. ജയശ്രീ പള്ളിക്കൽ എന്ന കവയിത്രി സബരിയെ കുറിച്ച് അറിഞ്ഞിട്ടാണ് മത്സരത്തിന് കവിത അയച്ചത്. അതാണ് ഞങ്ങളെ സന്തോഷപ്പെടുത്തുന്നത്. കാരണം ഈ കേരളത്തിലെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അവാർഡുകൾ ഒരു ധാരണയായി, പരസ്പരം ഒരു ധാരണയായി രൂപപ്പെട്ട പല ഗ്രൂപ്പുകളും പല സംഘടനകളും ഉണ്ട്. അങ്ങനെയല്ല എന്ന് അറിഞ്ഞിട്ട് കവിത അയച്ചിട്ട് ആ കവിത എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധേയമായിരുന്നു. ബാബുരാജ് കളമ്പൂരിന്റെ കവിത ഗുഹനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ പച്ചവിരൽ എന്ന ഒരു വാക്കിലൂടെ നമ്മള് വിരലിന് പച്ചയുടെ നിറം കൊടുത്തുകൊണ്ട് പച്ചവിരൽ എന്ന കവിതയിലൂടെ അതിനിപ്പുറം ഒത്തിരിയുണ്ട്, ഞാൻ അത് പിന്നീട് പറയാം. ശ്രദ്ധേയമായ അധ്യാപികയാണ്. നിരവധി കവിതകളിലൂടെ മാധ്യമങ്ങളിലൂടെ വന്ന നമ്മുടെ പ്രിയപ്പെട്ട കവയിത്രി ജയശ്രീ പള്ളിക്കലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമാനപൂർവ്വം. ഇന്ദിരാബാലൻ. നമുക്കറിയാം, അക്ഷരസൂര്യൻ ശ്രീ ടി.പി. ഭാസ്കര പൊതുവാളിന്റെ ജീവചരിത്രം എഴുതിയപ്പോ, ആത്മകഥ എഴുതിയപ്പോ ടി.പി. ഭാസ്കര പൊതുവാൾ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു നാടകകാരനെ, സാംസ്കാരിക പ്രവർത്തകനെ ഈ ലോകത്തിന് മുമ്പിൽ മനോഹരമായി അവതരിപ്പിച്ച അവരുടെ പുസ്തകം അക്ഷരസൂര്യൻ ഞാനും കണ്ടതാണ്. ആ ചടങ്ങിൽ ഞാനും പങ്കെടുത്തതാണ്. മാത്രമല്ല, ഇപ്പം ബാംഗ്ലൂരിലെ മലയാളി സമാജത്തിലെ, മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് ഇന്ദിരാബാലൻ. ആ ഇന്ദിരാബാലന്റെ കവിതയും വളരെ ശ്രദ്ധേയമായിരുന്നു. ആ കവിത നമുക്ക് ഇവിടെ ഓരോ കവിതകളും വായിക്കുന്നുണ്ട്. പിന്നെ അവരെയും കുറിച്ച് എല്ലാം നമ്മുടെ സാഹിത്യം വളരെ വിനയപൂർവ്വവും, അതുപോലെ തന്നെ ഈ അവാർഡുകളുടെ പിറകെ പോകാതെ അവാർഡുകൾ അവരെ തേടി പോകുന്ന ഒരു കവയിത്രിയാണ് ശ്രീ ഇന്ദിരാബാലൻ, എഴുത്തുകാരി. അവരെയും ഈ യോഗത്തിലേക്ക് അഭിമാനപൂർവ്വം ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്, സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ശാലിനി രാമചന്ദ്രൻ CMS കോളേജിലെ അധ്യാപികയാണ്. അവരും കവിത അയച്ചു, സമ്മാനം കിട്ടി എന്ന് വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് തന്നെയാണോ, അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അയ്യോ, എനിക്ക് അവാർഡോ എന്ന് അവരെ പറഞ്ഞ ആ രംഗം ഞാൻ ഓർമ്മിക്കുന്നു. കാരണം അതാണ് സബരിയ. കൃത്യമായ വാല്യുവേഷനിലൂടെ പ്രൊഫസർ ശാലിനി രാമചന്ദ്രൻ
ഞങ്ങൾ കണ്ണൂർക്കാരാണ്, കേളകത്താണ് എന്ന് ബയോഡാറ്റ നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. കേളകത്തിൽ നിന്നും വന്ന് ഈ കേളി കേട്ട കവിയത്തിലേക്ക് സബരിയുടെ സ്വാഗതം പ്രൊഫസർ ശാലിനി രാമചന്ദ്രന്. അടുത്തത് ജനാർദ്ദനൻ വെങ്ങപ്പറ്റയാണ്. അദ്ദേഹത്തിന്റെ കവിതയും വളരെ ശ്രദ്ധേയമാണ്. മാത്രമല്ല സംഘടനയുടെ കേരളത്തിലെ ഏറ്റവും നാടകരംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന മാത എന്ന സംഘടനയുടെ ഒരു സജീവ പ്രവർത്തകരുമാണ് ശ്രീ ജനാർദ്ദനൻ വെങ്ങപ്പറ്റ. അദ്ദേഹം ഇന്നലെ ആ പ്രോഗ്രാം കഴിഞ്ഞാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ, നിരവധി കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മലയാളത്തിലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിയാണ്, യുവകവിയാണ് ശ്രീ ജനാർദ്ദനൻ വെങ്ങപ്പറ്റ. അദ്ദേഹത്തെ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് ആദിരാജ് NK. ദുർഗ ഹയർ സെക്കൻഡറി എന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിയാണ് ആദിരാജ് NK. ഈ കുട്ടി കാഞ്ഞങ്ങാട് നിന്ന് വന്നിരിക്കുന്നു. അച്ഛനും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ തെരഞ്ഞെടുപ്പിലെ പ്രായം ഒരു ഘടകമല്ല എന്ന് തെളിയിക്കുകയാണ്. സഭയിലേക്ക് അഭിമാനമുണ്ട്. ആദിരാജ് NK പോലെ വളർന്നു വരുന്ന ഒരു കവിക്കും ഈ പുരസ്കാരം ലഭിച്ചപ്പോൾ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അഭിമാനം കൊണ്ടത്. ആദിരാജ് NK എന്ന നമ്മുടെ അഭിമാന തരത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി പെട്ടെന്ന് തീർത്തേക്കാം. ആശീർവാദ ഭാഷണത്തിന് ശ്രീ M കപിൽ ദേവ്. കപിൽ ദേവ് സാർ വന്നിട്ടുണ്ടോ? ഇല്ല. പ്രാപ്പയിൽ നാരായണനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് സബരിയ ഏറ്റവും തടിച്ച് കൊഴുത്ത് കേരളം സാംസ്കാരിക രംഗം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇദ്ദേഹം നിങ്ങള് ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം ഇനി ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. മതാതീത ദേവാലയം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം, എനിക്ക് തോന്നുന്നത് 1-1.5-2 ഏക്കർ സ്ഥലം അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് ആ ഒരു കുന്നിന്റെ മുകളിൽ ഒരു പാറപ്പുറത്ത് പിന്നെ പുസ്തകം പ്രതിഷ്ഠയാക്കിക്കൊണ്ട് നവപുരം പുസ്തക പ്രതിഷ്ഠ, ഗ്രന്ഥപ്രതിഷ്ഠ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ സമ്പത്ത് പുസ്തകം, അവിടെ ചെല്ലുമ്പോഴും പുസ്തകമാണ് സമർപ്പിക്കേണ്ടത്. നമ്മള് അങ്ങനെ ഓരോരുത്തരുടെയും പുസ്തകം സമർപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥപ്രതിഷ്ഠ ക്ഷേത്രമാക്കിയിട്ട് അദ്ദേഹം മാറ്റി. എല്ലാ മതക്കാർക്കും കയറാം. നവപുരം മതാതീത ദേവാലയം, അതിന്റെ സ്ഥാപകരും സബരിയുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ രക്ഷാധികാരിയുമായിട്ടുള്ള ശ്രീ പ്രാപ്പയിൽ നാരായണൻ അവരുടെ അഭിമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ആനന്ദകൃഷ്ണൻ കണിച്ചേരി അധ്യാപകനാണ്, കവിയാണ്. ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഹിന്ദി കവിതയിലൂടെ ഭാരതത്തിലെ ജയ്പൂർ സാഹിത്യോത്സവം തൊട്ടിട്ട് എവിടെ ഹിന്ദി സാഹിത്യോത്സവം ഉണ്ടോ അവിടെയൊക്കെ ആനന്ദകൃഷ്ണൻ കടച്ചേരി എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും അതുപോലെ തന്നെ ഹിന്ദി എഴുത്തുകാരനുമായിട്ടുള്ള സബരിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ അദ്ദേഹം സബരിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. നാരായണ മാഷിന്റെ കാലഘട്ടത്തില് മികച്ച ഒരു അധ്യാപകനാണ്, സംഘാടകനാണ്, കവിയാണ്, അതുപോലെ തന്നെ ഗാനാലാപന വിദഗ്ധനാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ആനന്ദകൃഷ്ണൻ കടച്ചേരി. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സബരിയുടെ പ്രവർത്തകനും കവിയുമായിട്ടുള്ള ശ്രീ കുമാർ കോറം സാർ, അതുപോലെ തന്നെ അജിത് പാട്യം സാർ സബരിയുടെ എല്ലാമാണ്. യുവകവിയും എഞ്ചിനീയറുമായിട്ടുള്ള ജയകൃഷ്ണൻ മാടവന, അദ്ദേഹം സദസ്സിലാണുള്ളത്. പിന്നെ മലയാളത്തിന്റെ ആർട്ട് വർക്ക് ഷിബു ഘട്ടം നമ്മുടെ ചിത്രകം എന്ന ആർട്ട് ഗാലറിയിലൂടെ, തിരൂരിലെ ചിത്രകം ആർട്ട് ഗാലറിയിലൂടെ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുകയും സിനിമയുടെ ആർട്ട് സംവിധാനമായിട്ടുള്ള ശ്രീ ഷിബു ഘട്ടം ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ ശ്രീ ലത്തീഫ് കുറ്റിപ്പുറം, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ M കുഞ്ഞപ്പു മാസ്റ്റർ, സബരിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞപ്പൻ തൃക്കരിപ്പ്, ഇവിടെ എത്തിച്ചേർന്നിരുന്ന ഈ സബരിയുടെ അവാർഡ് ജേതാക്കളും കുടുംബാംഗങ്ങളും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പുസ്തക പ്രകാശനമുണ്ട്. ഡോക്ടർ KK പനങ്കാജ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അദ്ദേഹം വേദിയിൽ ഷഹ്നായി മുഴങ്ങുമ്പോൾ എന്ന നോവലിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തുമ്പോഴേ ആ സമയത്ത് പ്രകാശന സമയത്ത് പറയാം. ശ്രീ KK പ്രേംരാജ് അവരുടെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ നീണ്ട സ്വാഗത പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു.
അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി ശ്രീദേവി അമ്പലപുരത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം. രാമായണ പുരസ്കാര സമർപ്പണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള ആരാധ്യനായ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ, എനിക്ക് പ്രത്യേകിച്ച് പ്രിയങ്കരനായ നമ്മുടെ ശ്രീ ബി.ജി. തമ്പി അവർകൾ, ഡോക്ടർ ബി.ജി. തമ്പി അവർകൾ, കൂടാതെ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന സഹോദരരെ, സഹോദരരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ പറയട്ടെ, കാഞ്ഞങ്ങാട്ട് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ കിടക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയെ നമ്മുടെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ സാഹിത്യ അക്കാദമിയുടെ തിരുമുറ്റത്ത് അവതരിപ്പിക്കാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനം കൊള്ളുകയാണ്. ഞാനതിന് അത്ര വലിയ, ഇവിടെ സാറ് പറഞ്ഞ പോലെയുള്ള വലിയ പ്രയത്നമൊന്നും ചെയ്തിട്ടില്ല. ഒറ്റയ്ക്കായിട്ട് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ വീട്ടുകാരെ, എൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. മറ്റു പലരുടെയും സഹായ സഹകരണങ്ങളോടെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ കടമയായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ ഇതൊരു സാംസ്കാരിക സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ആധുനിക ലോകത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ഇന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അതായത് നമുക്ക് ഒരു തരത്തിലും ഒരു സമാധാനം ലഭിക്കാത്ത രീതിയിൽ ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളില് പലതരത്തിലുള്ള അധാർമികത്വം കൊടികുത്തി വാഴുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും, ഓരോ സംഘടനയ്ക്കും നമുക്ക് സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ ആവശ്യമായ പലതും ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിലൂടെയാണ്, നമ്മുടെ പ്രതികരണത്തിലൂടെയാണ്, നമ്മുടെ പ്രയത്നത്തിലൂടെയാണ് സമൂഹം നന്നാവേണ്ടത്. അത് പ്രത്യേകിച്ച് കവികൾക്കും സാംസ്കാരിക സംഘടനകൾക്കും അതിൽ കാര്യമായ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ ഇതൊരു സാംസ്കാരിക സംഘടനയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ആ അമൂല്യമായ ആ ധാർമ്മിക വീക്ഷണത്തെ നമ്മൾ എന്ന് പുറന്തള്ളിയോ, എന്ന് നമ്മൾ വലിച്ചെറിഞ്ഞുവോ, അന്ന് നമ്മുടെ സമൂഹം അധപ്പതനത്തിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രാമായണം, ഭാരതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, മതപരമായ കാര്യമായിട്ടാണ് സാധാരണ ജനങ്ങൾ കണക്കാക്കുന്നത്. ഒരിക്കലും രാമായണവും ഭാരതവും ഒരു മതത്തിന്റെ അല്ല, ഭാരതത്തിലെ എല്ലാ ജനങ്ങളുടെയും സ്വത്താണ്. അത് ധാർമ്മികമായ മൂല്യങ്ങൾ, നമുക്ക് അത് കാലാതീതമായ മൂല്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും യുഗങ്ങൾ കഴിഞ്ഞിട്ടും രാമായണവും ഭാരതവും ഈ ഭാരത മണ്ണില് പച്ച പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ എന്തുകൊണ്ടാണ് പക്ഷേ യുക്തിവാദികളും അതുപോലെ തന്നെ വിശ്വാസം കുറഞ്ഞവരുമായ ആൾക്കാര് അതിലൊക്കെ അത്തരം കാര്യങ്ങളല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് തള്ളുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ വിശേഷവും നമുക്കുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, നമ്മുടെ ഗുരുമാരെ, നമ്മുടെ മഹർഷിമാരെ വളരെയധികം ജ്ഞാനികൾ മാത്രമല്ല, അവര് സിംബോളിക് കവികളായിരുന്നു. സിംബോളിക് രീതിയിലാണ് രാമായണമായാലും ഭാരതമായാലും അവര് വെറും സാധാരണ രീതിയിൽ പറഞ്ഞതല്ല, അവര് ഉപയോഗിച്ച തത്വങ്ങളെ സിംബോളിക്കായി അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള തത്വത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ രാമായണം തന്നെ എടുത്തു കഴിഞ്ഞാല് ജീവിതത്തിന്റെ 3 തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. സാത്വികനായ ജനങ്ങള്, അയോധ്യാവാസികളാണെങ്കിൽ അയോധ്യ, ആ പദം തന്നെ അവര് പ്രയോഗിക്കുന്ന ഓരോ പദത്തിന്റെ പിന്നിലും അർത്ഥമുണ്ട് എന്നുള്ളതാണ്. അയോധ്യ, യുദ്ധം ഇല്ലാത്ത, യുദ്ധം കൊതിക്കാത്ത, യുദ്ധം വേണ്ടാത്ത, സമാധാനം കാക്ഷിക്കുന്ന രാജ്യത്തുള്ള ആൾക്കാര് സാത്വികന്മാര്, അവരാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ കിഷ്കിന്ധയിലാണെങ്കിൽ വാനരന്മാര്, സത്യത്തിൽ വാനരന്മാരൊന്നുമല്ല, അതാണ് പറയുന്നത്, അതൊക്കെ പ്രതീകങ്ങളാണ്. രജോ ഗുണത്തിന്റെ അധികാരികളായ ജനങ്ങളുടെ പ്രതീകങ്ങളാണ് ഈ വാനരന്മാര്. കാരണം രജോ ഗുണം എപ്പോഴും എന്താ പറയട്ടെ,
കർമ്മകുശലതയുള്ളവരാണ്. അതിന് അവരെപ്പോഴും പ്രയത്നിക്കുന്നവരാണ്. യഥാർത്ഥ ജാഗ്രതയോടെ പ്രവർത്തന നിരതരാണ്. അങ്ങനെ പ്രവർത്തന നിരതരായ ഒരു വിഭാഗത്തിന്റെ പ്രതീകമായിട്ട് അവരുടെ മനസ്സെപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നന്ദി, നമസ്കാരം. ഉദ്ഘാടനത്തിന് വേണ്ടി അതുപോലെ തന്നെ പുരസ്കാര സമർപ്പണത്തിന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ VG അബ്ദുൽ സാറിനെ ക്ഷണിക്കുകയാണ്. ആദ്യം മലയാള കോളത്തിൽ ഹൃദയഹാരിയായ ഒരു പുല്ലാങ്കുഴൽ സംഗീതം ആസ്വദിച്ചുകൊണ്ടാണ് ഈ ഒരു സഹൃദയ സദസ്സ് കോരിത്തരിച്ചത്. ഈ ദിവസത്തെ എത്രമേൽ അനുഗ്രഹീതമാക്കിയ ഒരു നിമിഷമായിരുന്നു ആ പുല്ലാങ്കുഴൽ കച്ചേരി. ഈ അന്തരീക്ഷത്തെ ആകെ സുരഭിലമാക്കി മറ്റൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്തു ആ പുല്ലാങ്കുഴൽ കച്ചേരി. ഈ ഒരു സമ്മേളനത്തിന്റെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷത്തിൽ നമ്മളെല്ലാവരും സാക്ഷികളായി. അതിനെ തുടർന്ന് സുകുമാരൻ സാർ സബരിയെ കുറിച്ച് ദീർഘിച്ചു എന്ന് പറയാൻ കഴിയില്ല. വളരെ കൃത്യമായി തന്നെ എന്തായിരിക്കണം ഒരു സാഹിത്യ സംരംഭം, ഒരു സാംസ്കാരിക സ്ഥാപനം എന്നതിനെ കുറിച്ചൊക്കെ മനോഹരമായി സംസാരിക്കുകയും വളരെ വൈവിധ്യമാർന്ന അതിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളതായ ഒരു സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയിൽ എനിക്ക് പങ്കുകൊള്ളുവാനായിട്ട് സാധിച്ചത്. എനിക്ക് വളരെയേറെ അഭിമാനം തോന്നുന്നുണ്ട്. ഇതിനു മുമ്പേ തന്നെ ഈ ഒരു സാംസ്കാരിക സമിതിയുമായിട്ട് ബന്ധപ്പെടണമെന്ന് നമ്മളെ കുടിപ്പിക്കുന്ന രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളാണ് ശരിക്കും ഇവിടെ കണ്ടത്. കാരണം നമ്മുടെ ഇന്നത്തെ എല്ലാ സാംസ്കാരിക സംരംഭങ്ങളും ഏതെങ്കിലും ഒരു കക്ഷിയുടെയോ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് നടക്കാറുള്ളത്. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഉള്ള ഒരു ഉയർന്ന മാനവികത, കുലീനമായിട്ടുള്ള ഒരു മാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സാംസ്കാരിക പ്രവർത്തനം കേരളത്തിൽ ഊർജ്ജസ്വലമായിട്ട് നടത്തേണ്ടത് എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് സബരിയെ ഞാൻ കാണുന്നത്. സബരിയ എന്ന് പറയുമ്പോൾ ഒരു സമർപ്പണത്തിന്റെ പേരാണ്, സമർപ്പണമാണത്. നമ്മൾ ഒരു പ്രത്യേക ശുദ്ധമായിട്ടൊരു ആദർശത്തിന് സമർപ്പിക്കപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാഹിത്യം എന്ന പദം സഹിതം എന്ന സംസ്കൃത ധാതുവിൽ നിന്നുണ്ടായതാണെന്ന് നമുക്കറിയാം. സഹിതം എന്ന് പറയുന്നത് ഒരുമിച്ചിരിക്കൽ എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഇതൊരു സഹിതമാണ്. അനേക അർത്ഥങ്ങൾ, അനേക അഭിപ്രായങ്ങൾ എല്ലാം തന്നെ ഒരു ക്രിയയിൽ അനുഗ്രഹിക്കുമ്പോഴാണ് അത് സാഹിത്യമായിട്ട് മാറുന്നത്. ഇപ്പൊ കവിത, കഥ അല്ലെങ്കിൽ അത്തരത്തിലായ സാഹിത്യ രൂപങ്ങളെ ഓരോന്നും എടുക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ളതായ വ്യത്യസ്തങ്ങളൊക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും എല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒറ്റ മുഹൂർത്തത്തിലേക്ക് അന്വയിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു സാഹിത്യമാണ്. ഇതെല്ലാവരെയും ഒന്നിച്ചിരിക്കൽ എന്ന് പറയുന്നത് ഒരു സാഹിത്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവിത വീക്ഷണങ്ങളുള്ളവരാണ്, കാഴ്ചപ്പാടുകളുള്ളവരാണ്.
ഒരുപാട് വൈവിധ്യങ്ങളുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളുള്ളവരാണ്. പക്ഷെ അവരെല്ലാവരും സാഹിത്യം എന്ന് പറയുന്ന ഒരു ക്രിയയിൽ അന്വയിക്കുകയും അതിന്റെ ആ സാഹോദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ആ അർത്ഥത്തിലും ഇതിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ സമ്മേളനത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. വളരെ തേജസ്സുള്ള ഒരുപാട് മലയാള കവിതയ്ക്ക് വലിയ സംഭാവനകൾ അർപ്പിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന 7 പേരെ നമ്മൾ പുരസ്കൃതരാക്കിയിരിക്കുകയാണ്. അവർ ഓരോരുത്തരും വളരെ എനിക്കറിയാം, തീർച്ചയായിട്ടും അവരുടെ കവിതകൾക്ക് അവരുടെ വരികൾക്ക് വളരെ മൗലികമായിട്ടുള്ള ഭംഗികൾ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ സംഘാടനത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സദസ്സിലുള്ള ബൗദ്ധരായിട്ടുള്ള ഒരു സാന്നിധ്യവും എല്ലാം കൊണ്ടും ഈ ഒരു ദിവസം നമ്മളെ വളരെ ബ്ലസ്ഡ് ആക്കി തീർത്തിട്ടുണ്ട്, വളരെ അനുഗ്രഹീതമായി തീർത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ സാഹിത്യം എപ്പോഴും തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ജീവിതത്തിന്റെ സമസ്ത സങ്കീർണതകളെയും ആവിഷ്കരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർണമായിട്ട് ലോകത്തിലേക്ക് നമ്മൾ ചുവടുവെക്കുമ്പോൾ ആ സങ്കീർണതകളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു മുന്നൊരുക്കം നൽകുകയാണ് ശരിക്കും സാഹിത്യ ഗ്രന്ഥങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാം. ഓരോ പുസ്തകവും നമ്മുടെ ജീവിത ഗ്രന്ഥം വായിച്ചെടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. കാരണം വായന എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും വളരെ സമാന്തരമായിട്ടുള്ള മറ്റൊരു ജീവിതം നൽകുകയാണ് വായനയും പുസ്തകങ്ങളും ചെയ്യുന്നത്. സമാന്തരമായിട്ടുള്ള അപര ജന്മം നൽകുകയാണ് ശരിക്കും ഓരോ പുസ്തകവും ചെയ്യുന്നത്. നമ്മളുള്ള ജീവിതത്തെ കുറെ കൂടി വിശാലമാക്കുന്നു, കുറെ കൂടി വിസ്തൃതമാക്കുന്നു, കുറെ കൂടി അഗാധമാക്കുകയാണ് ചെയ്യുന്നത് ഓരോ പുസ്തകവും എന്ന് നമുക്കറിയാം. നമ്മുടെ ചെറിയ ജന്മത്തിൽ അനേക ജന്മങ്ങൾ ജീവിക്കാനായിട്ടുള്ള വലിയ സാധ്യതകൾ ഒരുക്കി തരികയാണ് ഓരോ പുസ്തകവും ചെയ്യുന്നത്. നമുക്കൊരു മറ്റൊരു ജീവിതം തരികയാണ് ചെയ്യുന്നത്. സമാന്തരമായ ബദലായ നമുക്ക് ജീവിക്കാൻ കഴിയാതെ പോയ ജീവിതം, നമുക്ക് ജീവിതം നഷ്ടപ്പെട്ടു പോയ ജീവിതം, അതിന് നമുക്ക് തിരിച്ചു തരികയാണ് പലപ്പോഴും സാഹിത്യം ചെയ്യുന്നത്. അപ്പൊ അത്രയും വിശിഷ്ടമായിട്ടുള്ള ഈ സാഹിത്യ സഭയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന രാമായണ കവിതകളുടെ ഒരു മത്സരമാണ് ഇവിടെ ഇന്ന് നടന്നിരിക്കുന്നത്. രാമായണ കവിതകളുടെ മത്സരം. ഇവിടെ അത് ശ്രീദേവി ടീച്ചർ അതിമനോഹരമായ രീതിയിൽ അത് പറയുകയുണ്ടായി. ശ്രീദേവി ടീച്ചറെ കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം തൃശ്ശൂർക്കാരൻ എന്നുള്ളതിൽ എനിക്ക് പറയാനായിട്ടുണ്ട്. അവരുടെ സൗമ്യമായിട്ടുള്ള സാന്നിധ്യം ഇവിടുത്തെ സാംസ്കാരിക രംഗത്ത് ഒരു പ്രചോദന നക്ഷത്രം എന്നുള്ള രീതിയിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ എല്ലാവരെയും പ്രകാശിപ്പിക്കുക, സമഭാവനയോട് കൂടിയിട്ട് ഒരു തരത്തിലുള്ള വേർതിരിവുകളില്ലാതെ എവിടെയൊക്കെയാണ് നന്മകളുള്ളത് അവിടേക്കൊക്കെ അതിന്റെ പ്രകാശം പറ്റുന്ന രീതിയിലുണ്ടായ ഒരു സാന്നിധ്യമാണ് ശരിക്കും ശ്രീദേവി ടീച്ചറുടേത്. സബരിയ സാഹിത്യ സമിതിയുമായിട്ടും അവർക്ക് വളരെയേറെ അടുത്ത ബന്ധമുണ്ട്. അവരും പുരസ്കൃതരായിരുന്നു. അപ്പോൾ ശ്രീദേവി ടീച്ചറുടെ വാക്കുകളിൽ തന്നെ രാമായണത്തെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറെ മാനങ്ങൾ നമുക്ക് കിട്ടുകയുണ്ടായി. രാമായണം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കൃതിയല്ല, അനേക രാമായണങ്ങളുണ്ട് നമുക്കറിയാം. അനേക രാമായണങ്ങളുണ്ട്. ഓരോ രാമായണം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പ്രദേശങ്ങളെല്ലാം തന്നെ പുതിയ പുതിയ രാമായണങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പൊ MK രാമാനുജൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള കവി രാമായണത്തെ കുറിച്ച് ഗംഭീരമായിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 300 രാമായണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 300 രാമായണങ്ങൾ. അപ്പൊ രാമായണം ഒന്നല്ല, അത് ഏകശിലയിൽ വാദിക്കപ്പെട്ട ഒന്നല്ല. രാമൻ എന്ന് പറയുന്ന ഒരൊറ്റ കഥാപാത്രത്തിൽ മാത്രം ആഖ്യാനം ചെയ്യപ്പെട്ട ഒന്നല്ല രാമായണം എന്നും. അനേക സംസ്കൃതികളിൽ അത് എവിടെയൊക്കെ അത് പോയിട്ടുണ്ടോ, അത് ശ്രീലങ്കയിൽ പോയപ്പോൾ, തായ്ലൻഡിൽ പോയപ്പോൾ, ഇന്തോനേഷ്യയിൽ പോയപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പലതരം ഗോത്ര ജനതകളിലൂടെ കടന്നു പോയപ്പോൾ ഒക്കെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാമായണങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിന്റെ പലതരം സങ്കടങ്ങളാകാം, ആകാംക്ഷകളാകാം, അങ്ങനെ പലതും ഉണ്ടല്ലോ. അതെല്ലാം തന്നെ നമ്മൾ ആ പുസ്തകത്തിൽ വായിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രാമനെയും സീതയെയും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ പ്രത്യേകതകൾ കാണാൻ സാധിക്കും. ഇവിടെ രാമായണം വായിക്കുന്ന വ്യക്തികൾ, അദ്ദേഹത്തെ കഥാപാത്രങ്ങൾ, ഇത്തവണ ഗുഹൻ എന്ന് പറയുന്ന രാമായണത്തിലെ ഒരു കഥാപാത്രത്തെ മുൻനിർത്തിയിട്ടുള്ള കവിതകളാണ് ഇവിടെ രചിക്കപ്പെട്ടിരിക്കുന്നത്. രാമായണത്തിൽ അനേക കഥാപാത്രങ്ങളുണ്ട്. ഒരു നിശബ്ദ സഹനമായിട്ട് വരുന്ന ഊർമിളയുണ്ട്. അങ്ങനെ പലരും ഉണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇപ്പൊ രാമനെ തന്നെ എടുക്കുകയാണെങ്കിൽ എത്രയോ തരത്തിലുള്ള രാമന്മാർ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ രാമായണം വായിക്കുമ്പോൾ രാമായണത്തിലെ ഏറ്റവും എന്നെ സ്പർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാമായണ സന്ദർഭം എന്ന് പറയുന്നത് ഒരു വാവിട്ട് കരഞ്ഞു നടക്കുന്ന ഒരു രാമനാണ്. അയോധ്യാകാന്ഡത്തിലെ സീത മോഷ്ടിക്കപ്പെട്ട സന്ദർഭത്തില് രാമൻ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം അതിങ്ങനെ പടർന്നു കയറുകയാണ്.
അഗ്നി പോലും അതിനെ കനിച്ച് അത് കത്തിപ്പോകുന്ന രീതിയിൽ അത്രമാത്രം വേദനയോട് കൂടിയിട്ട് കാടുകളിലൂടെയും മറ്റു പ്രദേശങ്ങളിലൂടെയൊക്കെ എവിടെ എന്ത് സീത എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു രാമന്റെ വാവിട്ട കരച്ചിലുകളുണ്ട്. ഒരു വല്ലാത്തൊരു അനുഭവമാണ്. സത്യത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ, അങ്ങനെയൊക്കെ നഷ്ടപ്പെടുമല്ലോ, അങ്ങനെ പ്രിയപ്പെട്ട ഒന്നും നഷ്ടപ്പെടുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരാൾ ഈ രാമന്റെ ഈ ഒരു വാവിട്ട് കരച്ചിൽ അനുഭവിക്കുന്നത് എത്ര പെട്ടെന്നാണ് അതുമായിട്ട് താതാത്മ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാവില്ല. രാമനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ലഭിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. പക്ഷെ അങ്ങനെ ജനിച്ച ഒരാൾക്ക് സ്വന്തം ജീവിതത്തിൽ സന്തോഷം കിട്ടാതെ പോകുന്നു. മറ്റുള്ളവരെ ലഭിപ്പിക്കാൻ അതോടൊപ്പം തന്നെ സബരിയ സാംസ്കാരിക സമിതി അദ്ദേഹത്തെ ആദരിക്കുക കൂടി ചെയ്യുന്നു. അതിനായിട്ട് ഇതിന്റെ സാരഥി ശ്രീ സുകുമാരൻ പെരിയച്ചു അവരുടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ചതുപ്പ് എന്നീ നോവലുകൾ ഇവയുൾപ്പെടെ മലയാളത്തിൽ 50-ലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. തമിഴിൽ ഒരു നോവലും ചില ചെറുകഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൽക്കിയുടെ ശിവകാമി ശാസ്ത്ര, പാർട്ടിമൻ കനവ്, പെരുമാൾ മുരുകന്റെ മാതൃഭാഗൻ, നെടുനേരം, കരേഞ്ചർ കരുണാനിധിയുടെ കുറവളോ പ്രിയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിന്റെ ഉങ്കളിൽ ഒരുവൻ, പാർത്ഥസാരഥിയുടെ കുറിഞ്ചിമലർ, സു പരമേശ്വരയുടെ കളം എന്നീ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇപ്പോൾ സു വെങ്കടേശന്റെ മോൾപൂരിയുടെ കവിതാരംഗത്തും പ്രവേശിച്ചിരിക്കുന്നു. ശ്രീ ബാബുരാജ് കളപ്പൂരിന്റെ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി വിഖ്യാത നോവലിസ്റ്റ് ശ്രീ വിജി നമ്പി അവരെ ക്ഷണിക്കുന്നു. പുരസ്കാരം ശ്രീ കാനായി കുഞ്ഞിരാമന്റെ ശില്പം ആദ്യം നൽകുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശില്പി ഫലകം ബാബുരാജ് കളപ്പൂർ എഴുതിയ അതടക്കമാണ് പുരസ്കാരമായിട്ട് സഫലിയ നൽകുന്നത്. അടുത്തതായി ശ്രീമതി ജയശ്രീ പള്ളിക്കൽ, പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ സ്വദേശി, ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ ആദ്യ കവിത പ്രകാശനമാണ്. കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗ്രാമഭാരതി റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ഡയറക്ടറായും സ്ഥാപനത്തിന്റെ മുഖപത്രമായ കർഷക ഭാരതി മാസികയുടെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ മീഡിയ സെൽ ചെയർപേഴ്സൺ, ക്രിയേറ്റീവ് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ദൂരദർശന് വേണ്ടി പരമ്പരകൾ, ടെലിഫിലിമുകൾ, ഡോക്യുമെന്ററികൾ എന്നിവയ്ക്ക് കഥയും തിരക്കഥയും ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. നിരവധി ആൽബങ്ങൾക്കും മറ്റു മാധ്യമങ്ങൾക്കുമായി വിവിധ വിഭാഗത്തിൽപ്പെട്ട ഗാനങ്ങൾ രചിച്ചു. ഷോർട്ട് ഫിലിമുകളിൽ തിരക്കഥാരചനയ്ക്ക് പുറമെ സഹസംവിധായികയും പ്രവർത്തിച്ചു. അമേച്ചർ ഗ്രൂപ്പുകൾക്കായി നാടകങ്ങളും കോമഡി സ്ക്രിപ്റ്റുകളും എഴുതിയിട്ടുണ്ട്. ഡോക്ടർ അയ്യപ്പ പണിക്കർ കാവ്യോപഹാരം, തുടർന്ന് ചെറുകഥയ്ക്കുള്ള മാർത്തോമ യുവദീപം സാഹിത്യ പുരസ്കാരം, സമന്വയം കാവ്യ പ്രതിഭാ പുരസ്കാരം, ലിറ്റററി വുമൺ അവാർഡ്, കാനൽ കവിത അവാർഡ്, രണ്ടാമത് കവിതാ സമാഹാരമായ പൂർണ്ണമാവിനിക്ക് സുഗതകുമാരി കവിതാ പുരസ്കാരം, പ്രഥമ ചെറുകഥാ സമാഹാരമായ ജാരയ്ക്കുള്ള ചെറുകഥയ്ക്കുള്ള സുകുമാരനിക്കോട് സാംസ്കാരിക അക്കാദമിയുടെ തത്വപുരസ്കാരം, കവിതയ്ക്ക് സതിര രാമായണ കഥാ പുരസ്കാരം 2024 എന്നിവ ലഭിച്ചു. ആകാശവാണി, ദൂരദർശൻ, മറ്റ് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ എന്നിവയുടെ സഹൃദയമായി അവരുടെ മകളാണ് ഇന്ദിരാ ബാലൻ എന്ന നമ്മുടെ അഭിമാനമായിട്ടുള്ള കവയിത്രി. പട്ടാമ്പി പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ സംസ്കൃത കോളേജിൽ നിന്നും മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം, ബാംഗ്ലൂരിലെ സംഘധാരക സാംസ്കാരിക സമിതി സ്ഥാപക സമിതി അംഗം,
ഓൾ ഇന്ത്യ ക്രിയേറ്റീവ് മൂവ്മെന്റ് ഫോറം ജോയിന്റ് സെക്രട്ടറി. രചിച്ച പുസ്തകങ്ങൾ കൃഷ്ണപക്ഷം, ബിംബങ്ങൾ, വർഷം, പ്രസിദ്ധീകരണം, അച്ചമണി കിൽക്കം, പ്രണയത്തിന്റെ ആഗ്രഹ നോളങ്ങൾ, അക്ഷരസൂര്യൻ, കുത്തിവരകൾ, ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ്, മലയാളം ബിരുദാനന്തര ബിരുദങ്ങൾ നേടി. UGC, നെറ്റ്, JRF എന്നിവ നേടി. വിവിധ വിഷയങ്ങളിൽ നാഷണൽ ഇന്റർനാഷണൽ സെമിനാറുകളിലും കോൺഫറൻസുകളിലും ഗാനസമാഹാരം, കൽക്കണ്ടം ബാലകവിതാ സമാഹാരം, ആൽപ്പങ്ങൾ, പാതകൾ, പൂമുത്തം, ഇനിയും ഒരിക്കൽ കൂടി, നമ്മുടെ വേണ്ടപ്പെട്ട, ഭക്തിഗാനങ്ങൾ, വഴിപാട്, ഭക്താമൃതം, നിറപുത്തരി, വിളക്കുമാല, തുളസിക്കാർക്ക്, പരദേവതാമൂർത്തം, ദേശഭക്തി ഗാനങ്ങൾ. അവാർഡ് സൂര്യഗിരി ജോലി ചെയ്തു. അഭിനന്ദനങ്ങൾ യുവകവി ശ്രീ ജനാർദ്ദനൻ എന്നപ്പറ്റിക്ക് അഭിനന്ദനം. സഭയുടെ രാമായണ പുരസ്കാര ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയുടെ രാമായണ പുരസ്കാര ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ GHS USS സ്കോളർഷിപ്പ് 2020-21 സ്റ്റേറ്റ് ബോക്സിംഗ് വിന്നറാണ്. സ്കൂൾ ഗെയിംസിൽ 2023 സ്റ്റേറ്റ് അമേരിക്ക അച്ഛൻ കൂടെ വന്നിട്ടുണ്ട്. അച്ഛന്റെ പേര് നാരായണൻകുട്ടി. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ +1 വിദ്യാർത്ഥിയായിട്ട്. അക്ഷരങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരുടെ ഒരു കൂട്ടമാണ് ഇവിടെ ഉള്ളത്. സ്വന്തം അകങ്ങളെ ബാഹ്യലോകത്തിന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് എഴുത്തുകാർ. ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു എന്നാണ് നോം ചോംസ്കിയൊക്കെ പറയുക. സർഫേസ് സ്ട്രക്ചറിനെ കുറിച്ച്, ഡീപ്പ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന കാലഘട്ടമാണിത്. സ്വന്തം ഉള്ളകങ്ങളെ, നാം അനുഭവിച്ച അനുഭവങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള തീവ്രമായ ഒരു ശ്രമം. അങ്ങനെയുള്ള ശ്രമത്തിൽ നിന്നാണ് സാഹിത്യം ഉണ്ടാവുക. VG തമ്പി സാർ വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ഭാഷണത്തിൽ രാമായണത്തെ, സാഹിത്യത്തെ ഒക്കെ വിവരിക്കുകയുണ്ടായി. അതിനപ്പുറത്തേക്കൊന്നും സഞ്ചരിക്കാനുള്ള ഒരു വേദിയല്ല ഇത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ സാഹൂതം ശ്രവിച്ച ഒരാളാണ് ഞാൻ. ബിയോണ്ട്നെസ്സിനെ കുറിച്ച്, മനുഷ്യന്റെ പാരമിത സഞ്ചാരങ്ങളെ കുറിച്ച് അദ്ദേഹത്തിനുള്ള ആകുലതകൾ പുതിയ ഒരു നോവലായി പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. സബരിയ സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ അതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ച് കഴിഞ്ഞു. സബരിയെ കുറിച്ച് ഇതിന്റെ രക്ഷാധികാരി കൂടിയായ സുകുമാരൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പുരസ്കാരം വാങ്ങിയ എഴുത്തുകാർക്ക് ഈ ചടങ്ങിന് ആശംസ നേരുകയാണ് എന്റെ ദൗത്യം. ആ ദൗത്യം ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്. ഒപ്പം എന്നെ പരിചയപ്പെടുത്തിയതിന്, നവപുരം മതാതീത ദേവാലയത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ പരിചയപ്പെടുത്തിയതിന് സുകുമാരൻ മാഷോട് നന്ദി പറയുന്നു. ജ്ഞാനത്തെ ആദരിക്കുന്ന, അക്ഷരങ്ങളെ ആദരിക്കുന്ന, പുസ്തകങ്ങളെ ആദരിക്കുന്ന ഒരു ഇടമാണ് നവപുരം ദേവാലയം. നന്ദി ശ്രീ പ്രാക്കുഴി നാരായണൻ. ഇവിടെ പുസ്തകത്തിന്റെ പ്രകാശനം നേരത്തെ നടന്നു. ശ്രീ ഡോക്ടർ KK പ്രേംരാജ്, അദ്ദേഹം വളരെ വ്യത്യസ്തനാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഷെഹനായി മുഴങ്ങുമ്പോൾ എന്ന പുസ്തകം ഞാൻ മിനിഞ്ഞാന്നാണ് ഞാൻ വായിച്ചത്. അതിനു മുന്നേ പുസ്തകം കിട്ടിയ ഉടനെ തന്നെ എല്ലാ പുസ്തകങ്ങളും എനിക്ക് പോസ്റ്റലായിട്ടൊക്കെ വരുമ്പോൾ ആദ്യം വായിക്കുന്നത് എൻ്റെ സഹധർമ്മിണി, എൻ്റെ ഭാര്യ ഷീല PK ആണ്. അവരിവിടെ ഉണ്ട്. അവർ വായിച്ചിട്ട് ഓരോ പുസ്തകത്തെ കുറിച്ചും അഭിപ്രായം പറയും.
നല്ല പുസ്തകങ്ങളാണെങ്കിൽ അയ്യോ ഇത് ഞാൻ എങ്ങനെയോ വായിച്ചു തീർക്കും. ഇത് വായിച്ച ഉടനെ എന്നോട് പറഞ്ഞു, അയ്യോ എന്തൊരു പുസ്തകമാണിത്, എന്ത് മനോഹരമായിട്ട് രാവിലെ ഇരുന്നു അതിനിടയിൽ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കൊണ്ട് പുസ്തകം വായിച്ചു തീർത്തിട്ട് എന്തൊരു, അതായത് ഈ നോവല് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് വായിക്കണം, എന്ത് തിരക്കായാലും പറഞ്ഞിട്ട് എന്നോട് നിർദ്ദേശിച്ചത് എന്റെ പ്രിയപ്പെട്ട പത്നി ഷീലാപ്പിക്കയാണ്. അതിനാദ്യം അവരുടെ അഭിനന്ദനങ്ങൾ പറയുന്നത്. കാരണം ഷഹനായി മുഴങ്ങുമ്പോൾ എന്ന പുസ്തകം ഞാനിപ്പോ അടുത്ത കാലത്ത് ഞാൻ ഉണ്ടെന്ന് തുറന്നു പറയും, പ്രേംരാജ് എന്ന് വിചാരിക്കരുത്, കാരണം സ്നേഹബന്ധങ്ങൾ അങ്ങനെയാണ്. പ്രേംരാജിന്റെ 4 പുസ്തകങ്ങൾ, ഇതിനു മുമ്പുള്ള 3 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഏവറേജ് ആണ്. പക്ഷെ ഇത് അദ്ദേഹം ഇപ്പൊ അടുത്ത് എഴുതിയ നോവല് സൂപ്പർ എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്നതിനാണ് ഞാൻ ആനന്ദിന്റെ ആൾക്കൂട്ടം വായിക്കുന്ന രീതിയിലേക്ക് എനിക്ക് ആ പുസ്തകം അനുഭവപ്പെട്ടു. കേരളം, അതുപോലെ തന്നെ ഗുജറാത്ത്, ഇറാൻ, ഗൾഫ്, അതിലെ കഥാപാത്രങ്ങള് എല്ലാം. പിന്നെ ഒരു പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണം. ഒരു പുസ്തകം വായിച്ചിട്ട് നമ്മുടെ ഈ എന്താണ് ഞങ്ങളായിട്ട് പറയും പുല്ലുമുട്ടായി കഴിച്ചതുപോലെ, പുല്ലുമുട്ടായി കഴിച്ചതെന്ന് വെച്ചാൽ കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഈ പുസ്തകം വായിച്ചപ്പോഴ് അതില് പാഴ്സി മതം ഇന്ത്യൻ സംസ്കാരത്തിൽ ചെലുത്തിയ സ്വാധീനം എന്താണ്, അതിലെ അനാഥത എന്ന കഥാപാത്രം, ആദിൽ എന്ന കഥാപാത്രം, ഭാരതത്തിന്റെ സംഗീതമായിട്ടുള്ള സംഗീതത്തെ കുറിച്ചുള്ള പ്രതിപാദനം, ഷഹനായിലെ എങ്ങനെയാണ് ഒരു സംഗീതം സിനിമയിലും സമൂഹത്തിലെ സ്വാധീനിക്കുന്നത് എന്ന്, അതുപോലെ തന്നെ ആക്രമണത്തെ കുറിച്ചിട്ട് പറയുന്നു, ഭക്ഷണ രീതികളെ കുറിച്ച് പറയുന്നു, എന്തെല്ലാം വാക്കുകളുടെ അർത്ഥങ്ങളെ കുറിച്ച് പറയുന്നു. എനിക്ക് അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിച്ചപ്പോഴും ഇത്രയും ഒരുപാട് പ്രസംഗത്തിന് എന്നെ അത്ഭുതപ്പെട്ടിരുത്തിയത്, മിക്കവാറും രാമായണവും മഹാഭാരതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് അഹങ്കരിച്ച ഞാൻ ഈ ഹോളിയുടെ പുറകെയുള്ള ആ ഐതിഹ്യത്തെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പുസ്തകം വായിച്ചപ്പോൾ ഹിരണ്യകശിപുവിന്റെ സഹോദരി ഹോളികയുണ്ടെന്നും ആ ഹോളിക അഗ്നിയിൽ ദഹിക്കില്ല എന്നും, അങ്ങനെ ആ ഹോളികയെ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപു തന്റെ മടിയിലിരുത്തി, പിന്നെ ഹോളികയുടെ മടിയിലിരുത്തി അഗ്നിയിലെ ഇട്ടിട്ട് കത്തിക്കാൻ വേണ്ടി നോക്കുമ്പോഴ് പ്രഹ്ലാദൻ മരിക്കാതെ നമ്മുടെ ഹോളിക മരിക്കുന്നു എന്ന കഥ, എന്ന ഐതിഹ്യം എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ലഭിച്ചത്. സൂപ്പർ പുസ്തകം. എഴുത്തിലെ ഞാൻ അതിന്റെ നോട്ട് തയ്യാറാക്കി വെച്ചിരുന്നു. ആ പുസ്തകം എന്റെ ബാഗിൽ ആയിപ്പോയി. അതുകൊണ്ട് എന്റെ ഓർമ്മയിൽ മനോഹരമായ. പിന്നെ ഒരു കാര്യം പ്രേംരാജിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് പുസ്തകം ഇദ്ദേഹം തന്നെയാണ് അച്ചടിക്കുന്നത്, ഇദ്ദേഹം തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്, ഇദ്ദേഹം തന്നെയാണ് ടൈപ്പ് സെറ്റ് ചെയ്യുന്നത്, ഇദ്ദേഹം തന്നെയാണ് മുഖ ചിത്രം തയ്യാറാക്കുന്നത്, ഇദ്ദേഹം തന്നെയാണ് പുസ്തകം എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. അതിൽ തിരക്കിനിടയിൽ ഒരു കാര്യമുണ്ട്, ഒരു കല്ലുപിടി. ഈ പുസ്തകത്തെ എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടെങ്കിൽ, ഞാൻ 99 ഗുണങ്ങൾ പറഞ്ഞ് ഒരു കുറവുണ്ടെങ്കിൽ ഇനി അടുത്ത പുസ്തകം തയ്യാറാക്കുമ്പോൾ പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് തരണം. കാരണം അക്ഷരത്തെറ്റുകളുണ്ട്. അതാണ് ഈ പുസ്തകത്തിന്റെ അത് ഞാൻ പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ ഇനിയും പുസ്തകങ്ങളിൽ ഇത് ആവർത്തിക്കും. അതുകൊണ്ട് അക്ഷരത്തെറ്റില്ലാത്ത ഒരു പുസ്തകം ഇത് വിറ്റ് തരുന്നവരെ പ്രൂഫ് റീഡിങ് ഞാൻ നടത്തി തരാം. അത് ടൈപ്പിൽ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തത് കൊണ്ട് വരുന്നതാണ്. അത് നിങ്ങൾക്കറിയില്ല. വളരെ ഇതില് മികച്ച ഒരു നോവൽ ഷഹനായി മുഴങ്ങുമ്പോൾ. എനിക്ക് തോന്നുന്നത് 2024 മലയാള സാഹിത്യത്തിലെ നല്ല പുസ്തകങ്ങൾ സാറിന്റെ ഇതം പരമികൾ, സാറിനെ കുറിച്ച് ഞാൻ ഒരു ആശയം നടന്നു കഴിഞ്ഞു എങ്കിലും നേരത്തെ അതെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഇംഗ്ലീഷ് പുസ്തകം വിജയ് തമ്പി സാറിന് നൽകിക്കൊണ്ട് മലയാള കവിയായ, ലോകകവിയായ ആദരണീയനായ സച്ചിദാനന്ദൻ സാറിന്റെ ആഗ്രഹപ്രകാരം നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ഇന്നിവിടെ എത്തിച്ചേർത്ത ആദരണീയനായ വിജയ് തമ്പി സാറാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മവും പുരസ്കാരദാന കർമ്മവും നിർവഹിച്ചത് എന്ന് ഞാൻ പറയുന്നത്. അദ്ദേഹം വിജയ് തമ്പി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാതെ പോകരുത്. അദ്ദേഹം മാനവ ധർമ്മത്തെയും മനുഷ്യരാശിയെയും
ആഴത്തിൽ ആദരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഞാനത് പറയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. അദ്ദേഹത്തിന്റെ കാവേരിയിൽ ഒരു രാത്രി എന്ന കവിതയുണ്ട്. ആ കവിത വായിച്ച് ആ കവിത അദ്ദേഹത്തിന്റെ അച്ഛനറിയുന്ന മരം എന്നുള്ള സമാധാനത്തിൽ ആ സമാഹാരത്തിൽ ആ അച്ഛനറിയാത്ത വരം ഉള്ള ആ കവിതാ സമാഹാരത്തിൽ ഒരു കാര്യം പറയുന്നു. എന്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം എഴുതിയ കവിതകളെക്കാൾ അവ സൃഷ്ടിക്കുന്ന ആത്മീയമായ അനുഭൂതിയാണ് മഹത്തരം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട് സർ. ഈ പുരസ്കാര ദാന ചടങ്ങ് മഹത്തരമായി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഏവർക്കും വിജയാശംസകൾ സർവവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇന്നത്തെ ഈ പുരസ്കാര ചടങ്ങ് വളരെ ഇഷ്ടമായത് ഈ പുരസ്കാരത്തിന് അർഹരായവരുടെ ബയോഡാറ്റ മാഷ് പറഞ്ഞപ്പോൾ അവരുടെ ഓരോ വ്യക്തികളുടെയും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാഹിത്യപരമായുള്ള അവരുടെ കഴിവുകൾ പറഞ്ഞപ്പോൾ വളരെ അത്ഭുതം തോന്നി. ഈ രംഗത്ത് വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള നല്ല ഏറ്റവും അനുയോജ്യമായ കരങ്ങളിലേക്ക് തന്നെയാണ് സമ്മാനം എത്തിയിരിക്കുന്നത്. അതുപോലെ ഈ പുരസ്കാരം നേടിയവരെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാഷിന്റെ പ്രയത്നം, അതുപോലെ കവിതയുടെ വിഷയം സ്വീകരിക്കുന്നത് മുതൽ പുരസ്കാരം നേടുന്നവർക്ക് ആ പുരസ്കാരം കൊണ്ടുപോകുന്നതിനുള്ള സഞ്ചി, എല്ലാ കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇത് രൂപപ്പെടുത്തിയ നമ്മുടെ സാധനം നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷം. ഇനിയും ഇവർക്ക് നല്ല പുരസ്കാരം നേടാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 പാമ്പ് കടിയേറ്റ് പ്രാവശ്യം ഇങ്ങനെ ഒരു അത്ഭുത മനുഷ്യനാണ്. അത് അദ്ദേഹം പരിചയപ്പെടുത്താനാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ അറിയണം 14 പ്രാവശ്യം തിരിച്ചു വന്ന ആളാണ് അജിത്. നിങ്ങളുടെ സഭയിലൂടെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് വായിക്കും, മറ്റൊന്നും ചിന്തിക്കണ്ടേ. രാമായണ കവിതാപുസ്തകത്തെ പ്രകടനം ഓരോ വ്യക്തികൾക്ക് എന്റെ നന്ദി അറിയിക്കുന്നതോടൊപ്പം പുരസ്കാര നേതാക്കൾക്ക് എന്റെ എല്ലാ വിലാസങ്ങൾക്കും ഇവിടെ അറിയിക്കും. കുറ്റമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു കൂടുതൽ ശ്രദ്ധിക്കാൻ കൂടുതൽ സമയങ്ങളും കാര്യങ്ങളും വേണം. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഇത്രയും കാര്യങ്ങളെ ഞാൻ ചിലത് വിട്ടുപോകുന്നതുകൊണ്ട് ഇങ്ങനെ ഏകീകരിച്ച് പറയും. അതുപോലെ പുരസ്കാര ജേതാക്കളെ 2002 രാമായണം സബരിയ രാമായണ പുരസ്കാരത്തിൽ പ്രത്യേക യൂറി പുരസ്കാരം വാങ്ങിയ ഒരാളാണ് ഞാൻ. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ഇവിടെ ഈ ആശംസാദ സംഘത്തിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തത്തെ ഏൽപ്പിച്ചപ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഇത്രയും അധ്വാനിച്ചാണ് നമ്മുടെ ഈ സമ്മാനം അവാർഡിന് അർഹരായവരെ തെരഞ്ഞെടുത്തത്. അതിന്റെ മൂല്യം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കും. അങ്ങനെ എത്തപ്പെട്ട ഈ 7 പേർക്കും എന്റെ മനസ്സുകൊണ്ടുള്ള ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ 2 കെട്ടുകൾ ഇദ്ദേഹം ഒരു വലിയ ബോക്സിലാണ്. അതെടുത്തിട്ട് ചുവട്ടുകാരനെ പോലെ തലയിൽ വെച്ചിട്ട് ഒരു എഞ്ചിനീയർ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അത് കൈവരിച്ചേ മതിയാവും. കാരണം പുതിയ തലകൾ മാതൃകയാണ്. ശരിക്കും കോരിത്തരിച്ചു. ഇതാണ് മാതൃക എന്ന് പറയുന്നത്. അത്ഭുതമായിട്ട് തോന്നുന്നത്. നമ്മൾ അത്തരം കാര്യങ്ങളല്ലേ പറയുന്നത്. ഏതായാലും അഭിനന്ദനങ്ങൾ. അടുത്തതായി നേതാക്കളാണ് സംസാരിക്കുന്നത്. വേദിയിലേക്കുള്ള മഹനീയ വ്യക്തിത്വങ്ങൾ അക്ഷരാർത്ഥത്തില് അർത്ഥവത്തും സാഹസപൂർണമായ ഒരു സംഘമാണ്. ഷിബുവട്ടന്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ മലപ്പുറത്ത് ഗ്രീൻ പാലിയേറ്റീവ് എന്നൊരു മൂവ്മെന്റ് ഉണ്ട്. അതിൽ ഷിബുവിന്റെ ചിത്രവും ഗാലറിയാണ് ഞങ്ങളുടെ ജില്ലാ ഓഫീസ്.
അപ്പൊ അതുപോലെ ചിത്രകത്തിന്റെ പരിപാടി ഞാൻ ഷിബുല കൊടുക്കുന്നു. ഞാൻ പൊതുവെ കുട്ടികളുമായി പരിസ്ഥിതി വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. സിനിമയൊക്കെ ഞാനുണ്ട്. കുട്ടികൾ പറയും ടീച്ചർ സിനിമയിൽ ഇല്ലെന്നപ്പോ കുട്ടികൾക്കും ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. അടുത്ത സിനിമയൊക്കെ ഉണ്ട്. എന്റെ അധികം മാമാങ്കത്തിലൊക്കെ ഏറ്റവും പ്രായമുള്ള അഭിനയിച്ചതൊക്കെ ഞാൻ ഷെഫിക്കിന് ഉസ്താദിന്റെ വേഷം ചെയ്യാൻ മുതൽ എല്ലാ പടത്തിലും ഞാൻ പണിയാൻ എല്ലാ പടത്തിലുണ്ട്. പിന്നെ പടത്തിറങ്ങിയ പടത്തിൽ പ്രധാന കഥാപാത്രം മോഡലും കാണിക്കുന്ന കഥാപാത്രം സിനിമ കുട്ടികളുടെ താല്പര്യത്തിലാണ്. കുട്ടികളുമായി സംബന്ധിക്കുന്നതാണ്. കുട്ടികളുടെ വലിയ മനസ്സുകളല്ല മുതിർന്നവർക്ക് തിരിച്ചറിയാൻ കഴിയിക്കുന്ന കുറ്റബോധം നമ്മൾ ഉണ്ടാവേണ്ടത്. കുട്ടികളെ ചിലർക്ക് നിർത്താത്തതിനാണ് പ്രശ്നം. ഇവിടെ ഞങ്ങൾ പഞ്ചായത്ത് എന്നൊരു ഷോർട്ട് ഫിലിം പ്രദർശനം മാസികയുടെ ശാഖകൾക്ക് ഉദ്ഘാടകൻ വിജി തമ്പി, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളായി ഞാൻ എന്നെ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ സുകുമാരൻ പെരിയച്ചോറിന്റെ ഏട്ടനാണ്. ഈ സുകുമാരൻ പെരിയച്ചോറിന് അവന്റെ ജീവിതം തന്നെ ചെറുപ്പം മുതൽ തന്നെ സർഗവാസന അവനിലുണ്ടായിരുന്നു. ഏത് പരിപാടിയായാലും അവന് ആസൂത്രണം ചെയ്യുക എന്നത് അവന്റെ ഒരു മികച്ച കഴിവ് തന്നെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ സാഹിത്യപരമായിട്ടുള്ള എല്ലാ ചായത്താൽ വരച്ചതിൽ സകലം നിറയ്ക്കാനും വാത്മീക നേരും മുമ്പ് നീ അനുഭവിച്ചതാം കാട്ടാടവാഴ്വിൽ ചിത്രം മറക്കാതിരിക്കാനും എന്ന വരികൾ വായിച്ചത് എത്ര പേരാണ് വിളിച്ചത്. മനോഹരമായ കവിത സാക്ഷിയുടെ കർത്താവ് ശ്രീ ബാബുരാജ് കടമ്പൂർ നമ്മോട് സംസാരിക്കുന്നു. ഏറ്റവും അപകടകാരികളായ ആൾക്കാരാണെന്ന് ചോദിച്ചാൽ ഊണ് സമയത്ത് പ്രസംഗം കേൾക്കുന്നവരാണ്. ഉച്ചയൂണിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം പ്രസംഗം കേൾക്കാനിരിക്കുന്നവരോടും അപകടകാരികൾ വേദിയിൽ നിൽക്കുന്നവർക്ക് വേറെ ആരുമില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് അദ്ദേഹം പലതും പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇതൊന്നും നമ്മ അത്രയേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല. കറങ്ങുന്ന ഭൂമിയുടെ മുകളിൽ കാലുറപ്പിച്ച് നിൽക്കാൻ പോലും ആകാതെ ഗുരുത്വാകർഷണ ശക്തിയുടെ ബലത്തിൽ മാത്രം നിൽക്കുന്ന മനുഷ്യൻ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ അദൃശ്യ ശക്തി കൊണ്ട് മാത്രമാണ് നമുക്ക് നിൽക്കാൻ തന്നെ സാധിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ല. ഞാൻ DC ക്ക് വേണ്ടി ആദ്യം ജോലി ചെയ്യുന്നത് ശിവകാമിയും ശബ്ദം എന്ന് പറയുന്ന ഒരു 1200 പേജുള്ള ഒരു നോവലാണ്. അത് എഴുതാൻ തുടങ്ങിയ ദിവസം ഞാൻ ഒന്ന് വീണു. എന്നെ ഇടത്തോട്ടാണ് തള്ളിയിട്ടത്. വലത്തോട്ട് തള്ളിയിട്ടിരുന്നെങ്കിൽ എന്റെ വലത് കൈ ഒടിഞ്ഞ്, ഇടത്തോട്ട് തള്ളിയിട്ടത് കൊണ്ട് ഈ കയ്യിലായിരുന്നു പ്ലാസ്റ്റർ. 100 ദിവസം കൊണ്ട് ദിവസം 12 പേജ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ പുസ്തകം കൃത്യസമയത്ത് എനിക്ക് തീർത്തു കൊടുക്കാൻ സാധിച്ചത് ഇടത്തോട്ട് തള്ളിയതുകൊണ്ടാണ്. വലത്തോട്ട് വീണിരുന്നെങ്കിൽ ആ പുസ്തകവും ഉണ്ടാവില്ലായിരുന്നു, DC എനിക്ക് വേറെ പുസ്തകങ്ങളും തരില്ലായിരുന്നു, ഇവിടെ പരിചയപ്പെടുത്തിയ മറ്റു പുസ്തകങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോ ഇതൊന്നും നമ്മളല്ല, ആരോ ചെയ്യുന്നു, നമ്മൾ അതിന്റെ ഒരു പ്രയോക്താക്കൾ മാത്രമാകും. അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. മരങ്ങൾ ചായുന്നു പരാഗമത്തിനാകുന്ന കാളിദാസന്റെ ശാകുന്തളത്തിന്റെ ആറ്റൂരുടെ ആറ്റൂർ ബിഷപ്പ് ശാലയുടെ വിവർത്തനത്തിൽ ഭാഗമാണ് മരങ്ങൾ ചായുന്നു പരാഗമത്തിനാണ്. നമ്മൾ എന്ത് കിട്ടിയാലും അത് വിനയത്തോടെ സ്വീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ കവിത എഴുതാൻ യാദൃശ്ചികമായിട്ടാണ് സാഹചര്യം ഉണ്ടായത്. ഞാൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലാസിക്കൽ തമിഴ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെയാണ് തമിഴിന് ക്ലാസിക്കൽ പദവി കിട്ടിയപ്പോൾ അവരുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. നമുക്ക് ക്ലാസിക്കൽ പദവി കിട്ടി, പക്ഷെ നമ്മളാണ് 100 കോടി രൂപ വേറെ എങ്ങനെയൊക്കെ ചെലവാക്കി തമിഴ്നാട് ഗവൺമെന്റ് അത് വളരെ ഭംഗിയായിട്ട് അതിന് വേണ്ടിയിട്ടൊരു സ്ഥാപനം ഉണ്ടായി. ആ സ്ഥാപനം തമിഴിലെ ക്ലാസിക്കൽ കൃതികളെല്ലാം ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് കമ്പരാമായണം, തമിഴിലെ ഏറ്റവും പ്രസിദ്ധമായ കൃതി, കമ്പരുടെ ആ രാമായണം ഇപ്പൊ ഇന്ത്യൻ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ 4 പേരാണ് വിവർത്തനം ചെയ്യുന്നത്. ആ 4 പേര് 2 കാണ്ഡങ്ങൾ ഞാനാണ് ചെയ്തത്. അപ്പൊ അതിന്റെ തിരക്കിനിടയിൽ
ഇടയ്ക്കായിരുന്നു ഇത് വരുന്നത്. ആ സമയത്ത് അതിൽ അയോധ്യാകാന്ഡത്തിൽ ഗുഹനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹത്തെ ഇങ്ങനൊരു മെസ്സേജ് കണ്ടത്. ചുമ്മാ ഒന്ന് എഴുതി നോക്കാം എന്ന് എഴുതി. സാധാരണ ഒരു കാട്ടാളനെ കുറിച്ച് എഴുതുമ്പോൾ ഈറ്റപ്പുലി നോറ്റു കിടക്കും, ഈറൻ കണ്ണു തുറന്നു, കരിപൂർക്കൻ വാലിൽ കിളരും, പുരികം പാതി കിടച്ചും, നീറായവനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. അതിനേക്കാൾ വലുതായി കാട്ടാളനെ കുറിച്ച് ഒന്നും പറയാനില്ല. കടമനിട്ട് എഴുതി വെച്ചതിന് അപ്പുറത്തേക്ക് ഒരു കാട്ടാളനെ കുറിച്ചൊന്നും എഴുതാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് കാട്ടാളന്റെ ആ അവസ്ഥ. ഗുഹൻ എന്ന് പറയുന്ന ഒരു ഒറ്റ രംഗത്ത് മാത്രം കടന്നു വരുന്ന രാമായണത്തിൽ അല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ ഒരു അടിമയെ പോലെ രാമന് പിന്നാലെ ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു പോകുന്നത്. ആ കഥാപാത്രം രാമൻ മറന്നതിന് ശേഷം, രാമനെ യാത്ര വിട്ടതിന് ശേഷം ഇപ്പോഴെ ഭരതനെ നോക്കി തിരിച്ചു പോകുന്നു, വരുന്നു, അവരെ പിന്നീട് വരുന്നു. ഭരതനെയും കടത്തി വിട്ടതിന് ശേഷം ഈ രണ്ട് സോദര സ്നേഹത്തിന്റെ ആ പര്യായങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു പാവം മനുഷ്യന്റെ രൂപം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ആ കവിത എന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി വളരെ സമയം കുറച്ചെടുക്കുള്ളൂ. ആ കവിത ഒന്ന് ചൊല്ലാം. എന്റെ ഒരു ആഗ്രഹമാണ് കവിത ചൊല്ലാന്ന് പറയുന്നത് ജീവിതം. ഞാനിവിടെ എത്തിയപ്പോ വളരെ സുസംഘടിതമായ രീതിയിൽ അണിയിച്ചൊരുക്കിയ ഒരു വേദിയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു ചടങ്ങുകളും ഒക്കെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അക്കാര്യത്തിന് ആദ്യം തന്നെ സബരിയെയും ഇതിന്റെ മുഖ്യ സംഘാടകയായ ശ്രീ ദേവി ടീച്ചറെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എന്നോടൊപ്പം പുരസ്കാരം കരസ്ഥമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന സഹകവികളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഈ അവസരം. എനിക്ക് പുരസ്കാരം തരുന്ന ആ വേളയിൽ നമ്മുടെ സുകുമാരമാഷ് പറഞ്ഞു, സബരിയുടെ ജെനുവിനിറ്റി നന്നായി പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ രചന അയച്ചത്. വളരെ ശരിയാണ്. സാധാരണ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ വളരെ അപൂർവമായിട്ടാണ് ഞാൻ പങ്കെടുക്കാറുള്ളത്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ അധികവും പുസ്തകങ്ങൾക്ക് അല്ലെങ്കിൽ സ്പോർട്ടിൽ നടക്കുന്ന ചില മത്സരങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. എൻ്റെ രചനകൾ ഇങ്ങനെ അയച്ചു കൊടുത്ത്, കവിത അയച്ചു കൊടുത്ത് കിട്ടുന്ന പുരസ്കാരങ്ങളിൽ 95% എങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത് എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം പുരസ്കാരങ്ങളോട് എനിക്ക് ആഭിമുഖ്യമില്ല, ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇതിന്റെ ജനുവിനിറ്റി ഞാൻ പലതരത്തിൽ കൂടെ ചെക്ക് ചെയ്തതിനു ശേഷമാണ് പങ്കെടുത്തത്. കൃത്യമായിട്ടും അവസാന നിമിഷം വരെ പാലിക്കപ്പെടുകയുണ്ടായി എന്നുള്ളത് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ആകാശത്തിന് നേർക്ക് ചൂണ്ടിയ ഭൂമിയുടെ പച്ചവിൽ എന്ന കവിതയ്ക്കാണ് ഗുഹൻ എന്ന വിഷയത്തിലാണ് എഴുതിയത്. അപ്പൊ അതിന് പുരസ്കാരം ലബ്ധി അറിയിച്ചതിന് ശേഷം ഈ കവിത ഒന്ന് ചൊല്ലി വീഡിയോ ആക്കിയിട്ട് സബരിയുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി കൊടുക്കണം എന്ന് സുകുമാരൻ മാഷ് പറയുണ്ടായി. അതനുസരിച്ച് ഞാൻ ഒരു പുരുഷ ശബ്ദത്തിൽ അത് ചൊല്ലിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നിരവധി പ്ലാറ്റ്ഫോമുകളിലേക്ക് മാഷ് ഇത് പല മീഡിയകൾസ് വഴി അയച്ചു കൊടുക്കുകയും അതിൻ്റെയൊക്കെ കാഴ്ചക്കാരിൽ നിന്നും കേൾവിക്കാരിൽ നിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കൈവരികയും ചെയ്തു. കൂട്ടാളികൾ കൂടാതെ നോട്ടച്ചുടു തീയിലെരിഞ്ഞു വമിക്കും ചോദ്യങ്ങൾ ചാട്ടുളി പോലെ കഴിയുക തീരത്തിൽ. എവിടന്റെ വിനാക്കളിൽ നിന്നിരുളൊഴിയും പൂക്കാലം, എവിടന്റെ വിരാമശതങ്ങളൊടുങ്ങും പുതുകാലം, എവിടന്റെ വിനാക്കളിൽ നിന്നിരുളൊഴിയും പൂക്കാലം, എവിടന്റെ വിരാമശതങ്ങളൊടുങ്ങും പുതുകാലം. ഇവിടൻ കുലമിന്നു നിരന്നു പിഴപ്പൂ ചൂഷകൻ, ഇരയാണ് വരവരുടെ രക്ഷകതാരുടെ കർത്തവ്യം. ഇവിടൻ കുലമിന്നു നിരന്നു പിഴപ്പൂ ചൂഷകൻ, ഇരയാണ് വരവരുടെ രക്ഷകതാരുടെ കർത്തവ്യം. ഇടിവാളിലൊടേറ്റു കലങ്ങിക്കഴിയും ജന്മങ്ങൾ, ഇളമാംസമശിക്കും കാമവിഷത്തിൻ സർപ്പങ്ങൾ. ഇടിവാളിലൊടേറ്റു കലങ്ങിക്കഴിയും ജന്മങ്ങൾ,
കൊടിനാട്ടി കൊടിമാറിച്ചു പറക്കും ശകടങ്ങൾ നടുവക്രിച്ചവയുടെ പിമ്പേ ഇഴയും കോലങ്ങൾ. കൊടിനാട്ടി കൊടിമാറിച്ചു പറക്കും ശകടങ്ങൾ നടുവക്രിച്ചവയുടെ പിമ്പേ ഇഴയും കോലങ്ങൾ. തിളവൊട്ടി തൂവാറുള്ളിൽ ഉറയ്ക്കും സത്യങ്ങൾ വടുകെട്ടി നിലച്ചാലൂറിയ രഹസ്യങ്ങൾ. തിളവൊട്ടി തൂവാറുള്ളിൽ ഉറയ്ക്കും സത്യങ്ങൾ വടുകെട്ടി നിലച്ചാലൂറിയ രഹസ്യങ്ങൾ. തുണയായൊരു തണലുമണയ്ക്ക കൊടിയ കരിമ്പേനൽ ചുടലത്തി ചുറ്റും പടരും എവിടെ പോയി രാമ. തുണയായൊരു തണലുമണയ്ക്ക കൊടിയ കരിമ്പേനൽ. സമയം കഴിഞ്ഞതോറും കൂടുതൽ അതിലേക്ക് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറയാൻ ഒരുപാടുണ്ട് കാര്യം. തീർച്ചയായിട്ടും ഈ ഒരു കേരളത്തിന്റെ മണ്ണിൽ സാഹിത്യ അക്കാദമിയുടെ ഈ മണ്ണിൽ മഹാകവി ചങ്ങമ്പുഴയുടെ സ്മൃതി മണ്ഡലത്തിൽ സബര്യ കാവ്യ പുരസ്കാരം വാങ്ങിയപ്പോൾ സത്യത്തിൽ എനിക്കറിയില്ല, ഞാൻ വല്ലാതെ വൈകാരികമായി പോയി എന്ന് പറയാം. എന്റെ എഴുത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരം. പുരസ്കാരം കൊണ്ടല്ല നമ്മളുടെ എഴുത്ത് വലുതാവുന്നത്, എന്നാലും ഈ സബര്യയുടെ പുറകിലുള്ള സന്മനസ്, വിശാലത, ഒരുപക്ഷെ മനുഷ്യനാവുക മാനവികതയിൽ ഊന്നി നിന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുക, അത് മാതൃകാപരമാക്കുക, അതാണ് സബര്യ ചെയ്തിരിക്കുന്നത്. അതില് സത്യത്തിൽ ഞാനും ഈ മത്സരങ്ങൾക്ക് അതൊന്നും അയക്കാറില്ല. സുകുമാരൻ സാറിനെയൊക്കെ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അയച്ചത്. കാരണം നമുക്കറിയാത്തവരിലേക്ക് ഇത് ചെന്നെത്തിയ അത് ഏത് തരത്തിലാണ് എടുക്കുക നമുക്ക് ഈ പുതിയ കാലത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതിനെയും സാഹിത്യത്തെയും ശബ്ദവും അർത്ഥവും സഹിതമായതാണ് സാഹിത്യം. മനുഷ്യ കഥാനുകായിയാണ് സാഹിത്യം. മനുഷ്യ കഥാനുകായി തന്നെയാണ് രാമായണം. രാമായണത്തിൽ എല്ലാ മനുഷ്യന്റെ എല്ലാ സ്വഭാവങ്ങളുണ്ട്. പല കഥാപാത്രങ്ങളിലൂടെ ഒരു വ്യക്തി രാമന്റെ അയനമാണെങ്കിലും സീതന്റെ അയനമാണെങ്കിലും മനുഷ്യന്റെ അയനമാണ് രാമായണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊരു ഭക്തിയുടെ കള്ളിയിൽ മാത്രം നിർത്തി നോക്കുന്നവർ മാത്രമാണ് അതിന് അതിരുകൾ കൽപ്പിക്കുന്നത്. അതിലപ്പുറം നമ്മള് ആശയത്തെ, വിഷയത്തെ, സാഹിത്യത്തെ, ഇതിഹാസത്തെ, പുരാണത്തെ അതിന്റെ അതിരുകളില്ലാതെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയൊന്നും പ്രത്യേക കള്ളികളില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രത്യേകിച്ച് വർത്തമാന കാലത്ത് നിൽക്കുമ്പോൾ രൂപത്തിൽ, വേഷത്തിൽ, ഭാഷയിൽ, ഭക്ഷണത്തിലൊക്കെ ജാതി മതങ്ങൾ കലർത്തുന്ന വല്ലാത്തൊരു ആസുരതയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ കിട്ടുന്ന ചെറിയ നിമിഷങ്ങളാണെങ്കിലും അത് വലിയ മഹാസംഭവങ്ങളുടെ ഒരു മനഃശാന്തിയാണ് നൽകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആത്മനവീകരണമാണ് എഴുത്തിന്റെ ലക്ഷ്യമാവേണ്ടത്. ആത്മനവീകരണം തന്നെയാണ് രാമായണത്തിൽ നടക്കുന്നത്. രാമായണം വായിക്കുന്നത് കർക്കിടക മാസ കാലത്ത് ഇപ്പൊ എല്ലായിടത്തും, ബാംഗ്ലൂരിലടക്കം, കർണാടകയിലടക്കം നമ്മൾ ജോലി, അന്നത്തിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന കർണാടകയിൽ പോലും മലയാളികൾക്കിടയ്ക്ക് രാമായണ മാസത്ത് കർക്കിടക മാസത്ത് രാമായണം വായിക്കുന്ന മത്സരങ്ങളായി തീരുന്നുണ്ട്. ഇത് മത്സരത്തിന് വേണ്ടിയല്ല, നമ്മൾ വായിക്കുന്നത് നമ്മൾ വായനയിലൂടെ മനുഷ്യ ജീവിതത്തിലേക്ക് നന്മകളെ പകർത്തുക എന്ന നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ മാനവികത എന്ന പദത്തെ അന്വർത്ഥമാക്കുന്നു സബര്യയുടെ ഈ സമർപ്പണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. അതോടൊപ്പം എനിക്ക് രണ്ട് വാക്ക് എന്റെ പ്രിയപ്പെട്ട കർണാടകയിലുള്ള പ്രേംരാജ് എന്ന് പറയുന്ന എഴുത്തിനെ ആത്മസമർപ്പണമായി കാണുന്നു. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക് പാഷനായിട്ടില്ല. എവിടെ പോയാലും ഏത് പുസ്തക പ്രകാശനങ്ങൾ അദ്ദേഹം വേദിയിലിരിക്കില്ല. ബാംഗ്ലൂരിലും അത് പുസ്തക പ്രകാശനം അദ്ദേഹം വേദിയിലിരിക്കില്ല അല്ലെ. നമ്മുടെ പലരും ഗ്രന്ഥകർത്താക്കൾ വേദിയിലിരിക്കാൻ, വേദിയിൽ ഇടം കിട്ടിയില്ലെങ്കിൽ അതിന് പരാതി പറയുന്ന ഒരു കാലഘട്ടം. പക്ഷെ പ്രേംരാജ് എന്ന വ്യക്തി ആ എഴുത്തിനെ, അദ്ദേഹം ചെയ്യുന്ന വർക്കിനെയൊക്കെ വളരെ ആത്മസമർപ്പണത്തോടെ കാണുന്ന വ്യക്തിയാണെന്ന് എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ട് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഷഹനായി മുഴങ്ങുമ്പോൾ പുസ്തകം വളരെ നല്ല പുസ്തകമാണ്. ബോംബെ നിന്ന് തിരക്ക് പിടിച്ച ബോംബെ നഗരത്തെയും സംഗീതത്തെയും ഹിന്ദുസ്ഥാനി രാഗങ്ങളെ കുറിച്ച് മനുഷ്യന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളൊക്കെ കലർന്ന വളരെ സങ്കരമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഷഹനായി മുഴങ്ങുമ്പോൾ എന്ന പുസ്തകം നിങ്ങൾ വാങ്ങി വായിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി
എന്റെ അനിയന് വേണ്ടി ഞാൻ ഈ സദസ്സിൽ പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. സുകുമാരൻ സർ, മറ്റു ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. അതിന് തന്നെ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിന് സംഘാടകരോടുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ. സാഹിത്യത്തെ മതത്തിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് മതത്തിൽ നിന്നും അതീതമായ സാഹിത്യത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു മേന്മ ഈ ഒരു പരിപാടിയിൽ ഞാൻ കണ്ടു. അതോടൊപ്പം തന്നെ പ്രായഭേദമില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഐക്യത്തിൻ്റെതായ ഒരു സ്വഭാവവും ഈ പരിപാടിയിൽ കാണാനായിട്ട് കഴിഞ്ഞു. ഇത്തരത്തിൽ ധാരാളം പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അതോടൊപ്പം പുരസ്കാര ജേതാക്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. തുടർന്നും സാഹിത്യ വഴികളിൽ ധാരാളം ദൂരം പോകുന്നതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, രാമായണത്തെ പലതരത്തിലുള്ള വായനകൾ സാധ്യമാണ്. പാരിസ്ഥിതിക അവബോധത്തെ മുൻനിർത്തിക്കൊണ്ട് നേരത്തെ വിധി തമിഴ്സാർ പറഞ്ഞിരുന്നു ബഹുസ്വരത എന്നുള്ള ഒരു ആശയം, അതേപോലെ വസുദേവ കുടുംബം എന്നുള്ള ഒരു ആശയം രാമായണത്തിൽ നമുക്ക് കാണാം. ചെറിയൊരു അണ്ണാൻ കുഞ്ഞ് വരെ ഒരു റോള് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം മരുത്തോമല ഒരു പരിസ്ഥിതിയെ തന്നെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ആ രാമായണത്തിലെ ഓരോ ഭാഗങ്ങളെയും നമുക്ക് ധാരാളം വായനകൾ സാധ്യമാകുന്ന ഒന്നാണ് രാമായണം. രാമായണത്തിൽ തന്നെ ഉണ്ട് പലതരം രാമായണ ആഖ്യാനങ്ങൾ. അപ്പോൾ ഇത്തരത്തില് നമസ്കാരം. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് സബരിയുടെ പടവുകളിൽ നിന്നും പടവുകളിലേക്കുള്ള ജൈത്രയാത്രയിൽ ഇന്ന് ഈ സാംസ്കാരിക നിലയത്തിൽ നിന്നും ഇത്തരമൊരു ഉപഹാരം ഏറ്റുവാങ്ങാൻ കഴിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സബരിയുമായി പരിചയപ്പെടുന്നത് സുകുമാരൻ സാറുമായിട്ടുള്ള പരിചയത്തിലൂടെയാണ് സബരിയെ പരിചയപ്പെടുന്നത്. ഏറെ സന്തോഷകരമായിട്ടുള്ള ഈ നിമിഷത്തിൽ ഇവിടുന്ന് ആ ഉപഹാരം ഞാൻ ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പുസ്തകങ്ങൾ അങ്ങനെ എല്ലാവരോടും കടപ്പാട് അറിയിക്കുന്നു. ചുരുങ്ങിയ സമയത്ത് ഞാൻ നേടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രണ്ട് വാക്കുകൾ വിളിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് സമ്മാനം നൽകിയ സഭയെ സമീപിച്ചു. പിന്നെ എനിക്ക് മോട്ടിവേഷൻ നൽകിയ എൻ്റെ പാരൻസിനും പിന്നെ എൻ്റെ അധ്യാപകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഈ ഒരു പരിപാടിയിൽ നന്ദി പ്രകാശനം നടത്തുന്നതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ആദ്യം നമസ്കാരം പറയുന്നു. ഇവിടെ ഈ മണ്ണിൽ നിൽക്കാൻ പറ്റിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്ര നല്ലൊരു പരിപാടി എല്ലാവർക്കും മനസ്സിൽ സന്തോഷം. അപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ പരിപാടി വിജയിപ്പിച്ച സഭയിലുള്ളവരും അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന അതിഥികളും അതുപോലെ കവിതകളിലെ കവികളും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോ ആൾക്കാർക്കും ഞാൻ എന്റെ വ്യക്തിപരമായിട്ടും സംഘടനയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.